ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ സാധാരണയായി പ്രത്യേകിച്ച് മഴക്കാലത്ത് വെക്കുന്ന ഒരു കറിയാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 6-7 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ എണ്ണ, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി. കറിവേപ്പില മിക്സിയിൽ അല്പം വെള്ളം കൂട്ടി അടിച്ച് ഞാനതിൻ്റെ നീരാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി അതിലേക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവ, അതോടൊപ്പം 2 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായി ചതച്ചതാണ്, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂക്കട്ടെ. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. നന്നായി ഇളക്കി കൊടുക്കുക. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. അതിനുശേഷം കറിവേപ്പിലയുടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കറിവേപ്പിലയുടെ ഇല പെറുക്കിയിട്ട് സമയം കളയണ്ട. എല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 തക്കാളിയാണ്, ഇടത്തൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി എന്നതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. തക്കാളിയും വെളുത്തുള്ളിയും അതെല്ലാം ഒന്ന് നന്നായി വഴണ്ട് വരണം, അതായത് എണ്ണ തെളിഞ്ഞു വരണം. എന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനാവശ്യത്തിനുള്ള എരിവ് കുരുമുളകിൻ്റെ ആയിരിക്കണം. വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും കുരുമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു സമ്മിശ്ര രുചിയാണ് ഇത്. നമുക്ക് കറിയായിട്ടും കൂട്ടാവുന്നതാണ്. ഇടയ്ക്കിടെയൊക്കെ മഴക്കാലത്ത് രസം വെച്ച് കൂട്ടുന്നത് ജലദോഷത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. നല്ല നാടൻ രസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണല്ലോ. നിങ്ങളും ട്രൈ ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.